അടച്ചിട്ട് കുറച്ച് വെളിച്ച് നടേണ്ട രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. തല വേദനിക്കുന്നുണ്ട്. അമ്മച്ചിയോട് അമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്കിനി കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്താവോ മാറിക്കിട്ടട്ടെ. പോവരുത്. ഇപ്പോൾ ഒരു 2ാം ക്ലാസ് മുതലേ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കലാണ്. ഓള് വെള്ളം തട്ടാ പൗഡർ പണിയാണ്. തുടക്കണം അപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, ഒരു ബെഡ്ഷീറ്റ് ഇതങ്ങനെ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഒറ്റയ്ക്കാണ്. ഇമ്മ വർക്കിന് പോയി, ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്, എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല ഞാൻ സ്കൂളിലോട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ കൂടെ ഒരാൾ വേണം. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എന്തോ തലവേദന പിടിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ആരൊന്നുമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ കിടക്കാക്കാരും. ഇമ്മച്ചി ഫോൺ തന്നിട്ട് പോയത് എന്താണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ്. ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വന്നാലും, ഇപ്പോൾ കുറുവാ സംഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ സീറ്റ് ഔട്ടിൽ ഞങ്ങളെ വാതിലൊക്കെ ഒരാൾ ചോട്ടി പൊളിച്ചാൽ മതി, അപ്പോൾ തുറക്കും ഇത്. അപ്പോൾ സീറ്റ് ഔട്ടിൽ ആരെങ്കിലും വന്ന് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തന്നൊരു ഫോണാണ് ഈ ഒരു ഫോൺ, കൈ അടയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോൺ സ്റ്റാൻഡൊക്കെ വാങ്ങണേ, എന്തെങ്കിലും പറയാൻ എനിക്കറിയില്ല. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡൊക്കെ വാങ്ങണം കേട്ടോ. പിന്നെ അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ. ഗൈസ്, ഞാൻ എൻ്റെ അമ്മച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കണമെന്ന്, കാരണം എക്സാം ആവാനായി. ഡിസംബറിലാണ് നമുക്ക് എക്സാം കേട്ടോ. ഇപ്പം നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ്, റിവിഷനൊക്കെ തുടങ്ങിയോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനതൊരു റിവിഷൻ്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല ചൂടാണ് ഇവിടെ, അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഈ ഒരു വാപ്പാവുമ്പോൾ ഇപ്പോൾ അടുക്കളയിൽ ഞാൻ ഫുഡ് കഴിച്ച പാത്രമൊന്നും കഴുകിയിട്ടില്ല. ഉമ്മച്ചി വന്നാൽ ചീത്ത പറയൊന്നുമില്ല, എന്നാലും കേക്ക് നമ്മുടെ പണി തന്നെ. ഉമ്മച്ചി പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക. അടുപ്പത്തേക്ക് പോകരുത്, അടുപ്പത്തേക്ക് പോകരുത്, അതുപോലെ തന്നെ കിണറ്റിക്ക് പോകരുത്, അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പോൾ അതെല്ലാ ഉമ്മമാരും പറയുന്ന ഒരു ഡയലോഗ് ആക്കാറ്. അടുപ്പത്തേക്ക് പോകരുത്, കിണറ്റിൻ്റെ അടുക്ക് പോകരുത്, വികൃതി ഒന്നും എന്താ പറയുക, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടോ, പുറത്തേക്ക് വാതിൽ തുറന്നിട്ടിരിക്കരുത്, അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഞാൻ 3ാം ക്ലാസ് മുതൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. 3 2 മുതലേ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വരെ അത് ആവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, ഉമ്മച്ചിക്ക് ഇങ്ങനെ ഉമ്മച്ചി പണിക്ക് പണ്ട് മുതലേ പോയിട്ടുണ്ട്. അപ്പോൾ പണിക്ക് പോവാതെ നമുക്ക് കയ്യിലല്ലോ, ഇപ്പച്ചി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, റോങ് കട്ട്. അപ്പോൾ ഒരു 2ാം ക്ലാസ് മുതലേ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കലാണ്. അങ്ങനെയല്ല, സ്കൂൾക്ക് പോവും, പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ ഒറ്റക്കാക്കാനും, സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ഒറ്റക്കാക്കാനും. ഉമ്മച്ചിക്ക് എന്നാണ് ലീവ് അന്നൊക്കെ ഭയങ്കര സന്തോഷമാക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹോളിഡേ എന്നൊക്കെ പറയാറുണ്ട്, ഞായറാഴ്ച. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാക്കാനും. കാരണം വീട്ടിൽ അന്നൊക്കെ ഉമ്മച്ചി ഫോണൊന്നും എനിക്ക് തരത്തില്ലായിരുന്നു കേട്ടോ. കാരണം ചെറിയ കുട്ടിയല്ലേ, കുഞ്ഞി ഫോൺ ഉണ്ടായിരുന്നു, നോക്കിയ എന്ന് പറഞ്ഞ ഫോണുണ്ട്. ഇപ്പോഴും വെച്ച് തരത്തില്ല. ഫോണുമ്മ കളിച്ചായിരുന്നു. ഞാൻ നോക്കും ഫോണുമ്മ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കും എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ വെച്ച് പണ്ട് ചെറുപ്പം മുതലേ ഞാൻ 2ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് 5നും 6നും ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2ാം ക്ലാസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് നോക്കിയ ഫോൺ തന്നിട്ടുണ്ടാവും കേട്ടോ. അന്നിൻ്റെ കാലൊടിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കവറ് വെച്ച് കാൽമ കെട്ടിത്തരും. എന്നിട്ട് എന്താ പറയുക, അന്ന് എനിക്ക് നടക്കാൻ പറ്റുന്നൊരു പ്ലാസ്റ്റർ ഉണ്ടാവില്ല. എൻ്റെ കാൽമുക്കൂടെ ബെഞ്ച് ചാടിയിട്ട് കാലിന് പൊട്ടൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടോ ചതവ് എന്തോ അറിയത്തില്ല, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ്സിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നടക്കാൻ പറ്റുന്ന പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞത്, കാരണം ഇമ്മച്ചി പണിക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റക്കാക്കാനും, പിന്നെ എനിക്ക് അങ്ങനെ ഫുഡ് എടുക്കാനും നടന്നു പോകാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് മുതൽ എൻ്റെ അമ്മച്ചി 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം പറഞ്ഞു തരാൻ. പിന്നെ ഫുൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടിക്കാൻ പോകുമ്പോൾ കാൽമേലെ ഒരു കവർ കെട്ടി തന്നിട്ടുണ്ടാവും വെച്ച്, അതുപോലെ തന്നെ ഞാനും കവർ കെട്ടിയിട്ട് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ അയലൊക്കത്തെ വീട്ടിൽ കയറി ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പേടിയായിരുന്നു.
ഇപ്പോൾ എനിക്ക് ശീലമായി. അന്നൊക്കെ എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഓർക്കാൻ വയ്യ അന്നത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കും, പക്ഷെ ഒന്നും യൂട്യൂബിൽ ഇടലില്ല എന്നുള്ളൂ. എനിക്ക് വെറുതെ ഇരുന്ന് വീഡിയോ എടുക്കണം അപ്പം എൻ്റെ പണിയും. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ സ്കൂളിലോട്ട് പോയിട്ടില്ല. ഇനി എനിക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. വഴക്കൊന്നും പറയത്തില്ല നമുക്ക് പാത്രം കഴുകാൻ എന്നാലും. പക്ഷെ എന്നാലും ഉമ്മച്ചി വരുമ്പോൾ പാത്രമൊക്കെ കഴുകിയോ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ. അപ്പം അതിനായിട്ട് നമ്മൾ വെറുതെ കീഴുകട്ടെ. പഠിച്ചതൊക്കെ ഉണ്ട്, നമുക്ക് ഇനി അടിച്ചുടണം കറക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചായക്ക് വെള്ളം വീഴണം. ചായ ഉണ്ട് കേട്ടോ, അതിൽ കണ്ടോ ഉമ്മച്ചി രാവിലെ പോയില്ലേ, ചായ പോയി. ഓള് വെള്ളം തട്ടാ പൗഡർ പണിയാണ്. ഇനി തുടക്കണം. പണിയായിട്ടില്ല ശീലവിടെ. ഇപ്പം സമയം ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റാണ്. ഇപ്പം 3:10 എവിടെയോ ഉണ്ടായിരുന്നതാണല്ലോ. കാടാണ് ഇവിടെ, ഇതൊക്കെ അധികം ഇറങ്ങാറില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പണികളെ? ചിത്രം വരയ്ക്കാനൊക്കെ പറയുകയാണ്. എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് എന്താ പറയുക ഒറ്റയും തൊഴിൽ ഇല്ലാതെ ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ എൻ്റെ അമ്മക്കും ഉപ്പാക്കും ഞാൻ ഒറ്റൊരു മോളായതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ എവിടുത്തെ കുട്ടികളൊക്കെ ഞാൻ കളിക്കാട്ടാണ്. പക്ഷേ അയ്യോ ഒരു സാധനം കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്. എനിക്കിങ്ങനെ ഒച്ചയും ഇങ്ങനെ വള സംസാരിച്ചിരിക്കുന്ന ആരോടെങ്കിലും. അതിന് വേണ്ടിയാണ് ഞാൻ വെറുതെ ഇരുന്നൊരു വീഡിയോ ആണ്. ഈ മാത്രം കേൾക്കണ്ടേ. അടുക്കളത്തെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാം. അങ്ങനെ എന്താ പഠിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ബെഡിലിരുന്ന് പഠിക്കാൻ ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ ബെഡിൽ തന്നെ ഇരുന്നിട്ടല്ലേ പഠിക്കാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഹോബി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ അതിന് ഇരുന്ന് പഠിക്കാറില്ല, കാരണം നമ്മൾ ബെഡിൽ ഇരുന്നാ പഠിക്കാറ്. എന്നും അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിടാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് വെറുതെ ജസ്റ്റ് വിരിച്ചിടാൻ മാത്രം. ഓറഞ്ച് തേനുണ്ടായിരുന്നു, അതിൻ്റെ തൊലിയാണ് ഈ കിടക്കുന്നത്. തുടക്കത്തൊന്നുമില്ല കേട്ടോ, തുടക്കലൊക്കെ ഇനി ഇമ്മച്ച് ചെയ്തോളും. കാരണം ഞാൻ തുടച്ചാൽ ആകെ വെള്ളക്കുപ്പിളി ആവും. അതുകൊണ്ട് ഇമ്മച്ച് തുടക്കരുത് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബൗത്ത് കണ്ടത് ഇതിൻ്റെ മരുന്നിൻ്റെ കുറച്ചൊരു ബോക്സാണ്. ഈ ബോക്സ് ഞാൻ കൊണ്ടുപോകാറില്ല. അതിന് കാരണം എനിക്കിത് ബക്കത്തില്ല എന്ന് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞാലേ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസം നീ പറയണേ. ഞാൻ 5 ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 5ാം ക്ലാസ് ഫുള്ള് ആ ഒരു ബോക്സ് ഉണ്ട്. അതുകൊണ്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിന് ഫുള്ള് ഇതായതുകൊണ്ട് എനിക്ക് എന്താവും മാർക്ക് അത്ര കുറവായിരുന്നു. എന്താ ഒരു അന്ധവിശ്വാസം. ഇപ്പോഴും ഞാൻ 5ാം ക്ലാസ്സിൽ ആ ബോക്സ് കൊണ്ടുപോകാറ്. ബോക്സാണ് ഈ ബോക്സ് ഞാൻ കൊണ്ടുപോകാറ് കേട്ടോ. ഇത് ഉമ്മച്ചി ഞെടിച്ച് തിന്നിട്ട് വെക്കുന്നതാണ്. ഞെടിച്ച് തിന്നിട്ട് ഉമ്മച്ചി ഇങ്ങനെ വെക്കുന്നതാണ്. പേടിയാണ് ഈ കത്തിട്ട് അമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ. അല്ല ആരില്ലാത്തോണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബോറാ. ഓ ബെഡ്ഷീറ്റ് ഇരിച്ചിടാം. ഞാൻ ബെഡ്ഷീറ്റ് ഇരിച്ചിരുന്ന രൂപം കണ്ടോളൂ. ഞാൻ എനിക്കൊരു ട്രിക്കാണ് ഞാൻ കണ്ടോ. ജസ്റ്റ് ഇതാ നോർമലായിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ സൈഡും എന്താ പറയാ എല്ലാ സൈഡും മടക്കുക.
വെള്ളം കുടിക്കണമെന്ന് വെച്ച് പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് പിന്നെ ബെഡ്റൂമിൽ തന്നെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. വെച്ച് ഞാൻ മദ്രസ വരുമ്പോൾ മദ്രസക്ക് പോകുമ്പോഴാണ് വെച്ച് വർക്കിന് പോവുക. അപ്പോൾ വെച്ച് മാസം വിട്ട് വരുമ്പോൾ ഒരു പേപ്പറിൽ കറണ്ട് അടുപ്പത്തേക്ക് പോകരുത്, കിണറ്റിലേക്ക് പോകരുത്, മുറ്റത്തേക്ക് വാതിൽ തുറന്നിട്ട് പോകരുത്, ഒറ്റയ്ക്ക് എടുക്കും പോകരുത്, വെള്ളം കുടിക്കണം പറഞ്ഞിട്ടതാ. നിറച്ച് ബെഡ്റൂമിൽ വെള്ളം കൊടുന്നേക്കും. എന്നിട്ട് ഉമ്മച്ച് വരുമ്പോൾ തന്നെ ഫുള്ള് കുടിക്കണം എന്നൊക്കെ പറയും കേട്ടോ. ബട്ടറിൻ്റെ ഞാൻ പഠിക്കുന്ന ബേഷ ആ ഭാഗം അവിടെ ഞാൻ ഉണ്ടാക്കിയൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സിന് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ വരച്ചൊരു സംഭവമാണ്. കണ്ടോ, ഇത് ഞാൻ 2-ന്നല്ല 3ാം ക്ലാസ് ലോക്ക്ഡൗൺ ആയപ്പോൾ ഇരുന്ന് വരച്ചതാണ്. കൊളായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഇത് വേണോ ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അമ്മച്ചി ലോക്ക്ഡൗൺ ആയ സമയത്ത് ഒരു കമ്പ്യൂട്ടർ മേടിച്ചല്ല അവിടുന്ന് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ വായിൽ ഈന്തപ്പായ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കമ്പ്യൂട്ടർ അമ്മച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്ക് ചെയ്യാൻ മാത്രം, സ്വന്തത്തിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിന് വാങ്ങിയൊരു മേശയാണ്. അതിൽ തന്നെ ഇപ്പോൾ പഠിക്കാറ്. ഇപ്പം ഇതൊക്കെ അമ്മച്ചിക്ക് കിട്ടിയതാണ്. പിന്നെ എനിക്ക് സമ്മാനത്തിനോട് എനിക്ക് എന്താ പറയുക, സ്കൂളിൽ അങ്ങനെ വലിയ സമ്മാനം കിട്ടിയിട്ടില്ല. ഇത്തന്നെയാണ് ഇതിൻ്റെ ബൊമ്മയുടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെയാണ് എനിക്ക് ഇങ്ങനത്തിൻ്റെ കഴിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കരുതി നിങ്ങൾ പറയാൻ എന്താ പറയുക, ഇതിൻ്റെ കഴിവൊന്നുമില്ല. ചിത്രം വരയ്ക്കുക അങ്ങനത്തെ കഴിവൊന്നും എനിക്കില്ല. മദ്രസഭയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് പറയും. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഒരു കളി കളിക്കാം. എന്തെങ്കിലും വെറുതെ ഇരുന്നാൽ അങ്ങനെ വെറുതെ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. വെച്ച് അടുക്കളൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാർഡ് എടുക്കാം. ഡ്രസ്സൊക്കെ ഒരു നെറ്റ് കഴിവ് കൊടുക്കും. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് കാറ് തന്ന കാറെന്നറിയില്ല. അപ്പോഴത്തെ ഒരു കാറുണ്ടായിരുന്നു, ആ കാറാണിത്. ഇതാണ് നാളെ കിണറ് കേട്ടോ. ചതലൊക്കെ ഇതാ പിടിച്ചിട്ടുണ്ട്. ഇത് ചതലിനെയാണോ കണ്ടോ. ഈ കിണറ്റിൻ്റെ ഈ തൊപ്പല്ലേ, എന്താ പറയുക, തൊപ്പല്ല സോറി, എന്തേ പറയാം, ഇത് കോരുന്ന ആ സാധനമല്ലേ, ആ സാധനം ഞാൻ എന്താ അറിയാതെ ഇങ്ങോട്ട് കിണറ്റിട്ട് ചാടി. അപ്പം അതില്ലപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചെറിയ കുട്ടിയായപ്പോൾ സമയത്ത് ഈ കിണറിൻ്റെ ഈ ഒരു കയറുണ്ട് അതിന് തൂങ്ങി നിന്നു. അങ്ങനെയല്ല, ഇത് കാല് കുടുങ്ങിയിട്ട് കെട്ട് കുടുങ്ങിയിട്ട് കാലുമ്പോൾ നിങ്ങളെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചുറ്റുപാട് എന്ന് പറയുന്നത്. അവിടെ നല്ല കാടാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇനി മുറിക്കാൻ കഴിയത്തില്ല, കാല് വെട്ടാൻ കഴിയത്തില്ല. കാരണം എന്നെക്കൊണ്ടും ഉമ്മച്ചിനെ കൊണ്ട് ഒറ്റക്കൊന്നും കഴിയത്തില്ല കേട്ടോ. ഇത്രയും വലിയ കാട് ഇങ്ങനെ അരച്ചെണ്ണി. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല കാടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിപ്പോൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ഞങ്ങൾ വെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ അടിച്ചു വരണം കണ്ടോ. ചെമ്മലാകുണ്ട്. ഇതൊക്കെ ഇനി അടിച്ചു വാരണം. അവരുണ്ടോ ഇതപ്പം ഇങ്ങനെയാണ് ഈ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ. കിടക്കട്ടെ. അയ്യോ പണിപ്പാളി ഗൈസിൻ്റെ കാൽ അവിടെ ചെറുതായിട്ടൊന്ന് കുത്തിപ്പോയല്ലോ. വെച്ചുത്തി ഗൈസിൻ്റെ കാല് തന്നാവരുള്ളൂ. ഞാൻ ഉണ്ടല്ലോ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതാ ഇങ്ങനെ വലിയ ചിരട്ടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഒരു ചിരട്ടൻ്റെ കുറച്ച് പൊട്ടാണ് ഇത് കണ്ടോ. അപ്പോൾ ഒക്കെ പോവാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇരിക്കാൻ കഴിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയാവത്തില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണേ. അപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഞാൻ പറയുന്നിടത്തോ അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നിടത്തോ എന്തെങ്കിലും തെറ്റുണ്ടാവാം.
അതൊക്കെ അതൊക്കെ നിങ്ങൾ തിരികെ തരണം, കമൻറ്റിലൂടെ ആയാലും തിരികെ തരണേ. നമ്മുടെ ഈ റൂമിലോട്ട് എന്താ പറയുക നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ ഉറക്കം നല്ല ഉറങ്ങാൻ നല്ല ഗതിയിട്ടാകാരം. കാരണം കണ്ണൊക്കെ ഇങ്ങനെ കുത്തണ വെളിച്ചാക്കാരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും മറച്ചാൽ എനിക്ക് പേടിയാവും, ഇരുട്ടാകുമ്പോൾ എനിക്ക് പേടിയാവും. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. എന്താവോ ഇങ്ങനെ ഇരുട്ട് കാണുമ്പോൾ ഭയങ്കര പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വാതിലടയ്ക്കുന്നുണ്ട്. ഈ ജനൽ തുറന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ഒക്കെ ഭരിക്കാണ്. അപ്പോൾ വേറെന്താ, ഇതൊക്കെയാണ് എൻ്റെത്. എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും നടക്കും. പിന്നെ എന്താ, ഇതും പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. അവിടെ വീട് പണി ഇരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വീട്ടിൽ പഠിക്കാൻ. അത് ഓർത്തത് കിട്ടും ഗൈസ്. ഞാനേ എനിക്ക് എന്താ പറയുക, ഒരു ഹോംവർക്ക് ഉണ്ട്, എന്തോ ഒരു ചിത്രം വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വരയ്ക്കട്ടെ. ഹോംവർക്കൊന്നുമല്ല, നമുക്ക് വെറുതെ ചിത്രം വരയ്ക്കാം. ഞാനൊരു മാജിക് കാണിച്ചിട്ടാം. ഒരു എന്താ പറയുക, എനിക്ക് അറിയത്തില്ല, കാര്യം കാണിച്ചിട്ടാം. പടിവാളി ഈ പടിവാളിയിട്ടില്ലല്ലോ. 20 ഇവിടെയാണേ. 21 എത്തി. 22 എങ്ങനെ വരിക? പിന്നെ വേറെ ഒന്നുണ്ടല്ലോ. അങ്ങനെ ഗായ്സ്, നമ്മളിതാ ഈ നേരം നമ്മൾ എന്താ പറയുക, അങ്ങനെ വർത്താനം പറഞ്ഞ് എൻ്റെ ജോലിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ വരക്കാട്ടെ. ഞാൻ കുറച്ച് ഡ്രോയിങ് വരക്കട്ടെ. ഞാൻ വലിയ ചിത്രകാരിയൊന്നും അല്ല, എന്നാലും നമുക്ക് വരക്കാം. ഞാനിതാ എന്തപ്പോൾ വരക്കാം, ഒരു ഐ വരക്കാം. ഒരു ഐ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു കണ്ണ് വരക്കാം നമുക്ക്. ഇതെൻ്റെ കസിന് പഠിപ്പിച്ച് തന്ന ഒരു കണ്ണാണ്. നമുക്കത് വരച്ചെടുക്കാം. ഫസ്റ്റ് ഇതാ ഇങ്ങനെ വരക്കുക. തന്നെ ഇങ്ങനെ ചതുരം വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ അടിക്കും അങ്ങനെ ചെയ്യുക. അതുപോലെ ഉള്ളിൽ വലിയൊരു വട്ടം വരയ്ക്കുക. ഇത് കണ്ട് നിങ്ങൾ വരയ്ക്കാൻ നിൽക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വട്ടമാണല്ലോ ഓൾറെഡി വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 വട്ടത്തിലിതാ ഫസ്റ്റ് വരച്ച വട്ടല്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ വരകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഐലൈനർ ഇടാനറിയോ? ഐലൈനർ ഇടാനറിയോ? അപ്പോൾ അതുപോലെ ഐലൈനർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കണ്ടോ, ഐലൈനർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കണ്ണിൽ ഇപ്പോൾ നമ്മൾ ഐലൈനർ ഇട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ ഈ ഒരു കണ്ണിൽ നമുക്കത് ഐലൈനർ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാം. ഐലൈനർ ആദ്യം വരക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. ഐലൈനർ ഫുള്ളി ഫില്ല് ചെയ്യുക. ഏതാ ഫില്ല് ജെല്ലിമേനെയാണല്ലോ, കുറച്ചോനെ ആൾ തെറ്റിപ്പോവല്ലോ. ഫാനൊക്കെ കഴിയാനായിട്ടുണ്ട്. കണ്ടോ, ഫാനൊക്കെ ഇനി പുതിയ വാങ്ങണം. ഞങ്ങൾക്കൊരു കാൽസൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, ഇതിനാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ എനിക്കൊരു ഒരു ചില്ലിൻ്റെ ഒരു പീസ് ഉണ്ടാവും. ചില്ലല്ല കേട്ടോ, ഇത് എന്താ പറയുക, എൻ്റെ ഫസ്റ്റത്തെ ബോക്സിൽ എന്താ പറയുക, കട്ടറിൻ്റെ ആ ഭാഗം ഉണ്ടാവില്ല, അവിടുത്തെ ഒരു വാതിലായിരുന്നു. അത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ എനിക്ക്
ഇപ്പോൾ ഒരു തലവേദന ഉണ്ട്. അപ്പോൾ ആ തലവേദനയ്ക്ക് ഞാൻ ഒരു സൂത്രം കാണിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, എന്താ പറയുക, സ്കൂളിൽ വിക്സ് ഉണ്ട്. അപ്പം ഞാൻ ആ വിക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടക്കിടക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ തേക്കോട്ട് കണ്ണിലൊക്കെ ഇടക്കിടക്ക് തേക്കാറുണ്ട്. അപ്പോൾ നല്ല കരച്ചിൽ വരും, നമുക്ക് നല്ല സുഖമാണ്. ഓക്കെ, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, കണ്ണിലൊന്നും തേക്കാൻ പാടില്ല ആരും. ഓക്കെ, എന്നിട്ട് എനിക്ക് മൂക്കിൻ്റെ മൂടും ഞാൻ ഇങ്ങനെ ജലദോഷമാണേ, അപ്പോൾ തേക്കും. ഓക്കെ, എനിക്കിതിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ മണമൊക്കെ ഇഷ്ടമാണ് പറയാൻ കേട്ടോ. എനിക്കതുപോലെ തന്നെ ഈ റബ്ബർ ഉണ്ടല്ലോ, പുതിയ വാങ്ങിയ റബ്ബറിൻ്റെ ചെരുപ്പ്, ഹവായി ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചെരുപ്പിൻ്റെ പുതിയ വാങ്ങിയത് കേട്ടോ, ഇട്ട ചെരുപ്പൊന്നുമല്ല, പുതിയ വാങ്ങിയ ചെരുപ്പിൻ്റെ മണമൊക്കെ ഭയങ്കര പെട്രോള്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ചിത്രമൊക്കെ കോളായിട്ടുണ്ട്. അപ്പം ഞാൻ തെറ്റിടാൻ പോവാണ്. നമുക്ക് വേറെ ചിത്രം എന്നെക്കൊണ്ട് ചിത്രമൊന്നും വരയ്ക്കും കഴിയത്തില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാനേ എന്താ പറയുക, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ടീച്ചർ എന്തെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പം ഞാൻ എന്താട്ടോ പറഞ്ഞത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നോട്ടിൻ്റെ സൈഡിൽ ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും കേട്ടോ, കുറിച്ച് വെക്കും. ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മദ്രസത്തെ ബുക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്നെക്കൂടെ ചിത്രം വരയ്ക്കാമെന്നാവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നോട്ട് സൈഡിലുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ഗെയിം. ഇത് ഞാൻ പൂർത്തിയാക്കി എടുക്കാം കേട്ടോ, നമുക്കിത് പൂർത്തിയാക്കി എടുക്കാം. അങ്ങനെ ഗോയ്സ്, നമ്മളിതാ ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതാ ഒരു കാറ്, അതിൻ്റെ ഒരു കാറുണ്ട്, അതിൻ്റെ എന്തോ ഒരു സാധനം, എനിക്ക് എന്താ അറിയില്ല, ഇങ്ങനെ തൊള്ള പൊളിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നത്. ആനയാണ് കേട്ടോ, ആനയാണ്. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. കാറാണ് മനസ്സിലായത്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾ നമുക്കൊരു പാട്ട് പാടില്ല, ഞാനൊരു പാട്ട് പാടാം. കുറച്ച് നേരം ഞാനൊന്ന് കിടന്നുറങ്ങിയേ. അപ്പം നമുക്കിത് ടി വി ഉണ്ടായോ, അമ്മച്ചിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് എന്ന്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു അമ്മച്ചി, കഴിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിത് ടി വി കാണാം. നാല് മണി ആവാനായിട്ടുണ്ട് കേട്ടോ, ഒരു 3:40 ഇപ്പോൾ സമയം. 4 മണി ആവാനായിട്ടുണ്ട്. അല്ല, അപ്പം നമുക്ക് ടി വി കാണാം. ഇപ്പോഴും വലുതായിട്ട് ഞാൻ കൊച്ചു ടി വി കാണുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മറ്റേ പെട്ടി ടി വി ആണ്. ഇപ്പോഴും പണ്ടത്തെ കണ്ടോ, പണ്ടത്തെ അതിനെ നമ്മളിത്. അപ്പം ഞാനിപ്പോഴും കൊച്ചു ടി വി ആട്ടോ കാണാറ്. ബാലികറൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. വൈബല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചു ടി വി കാണാൻ. സിനിമയും കാണും ഞാൻ. ഇംഗ്ലീഷ് കൊച്ചു ടി വി ഒക്കെ ഞാൻ കാണുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ കാണുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്താ കൊച്ചു ടി വി കണ്ടോ, ടി വി കാണുന്നുണ്ട്, അതിനൊരു മാറ്റമില്ല. കളിയാക്കാറുണ്ട്, കളിയാക്കുന്ന കാര്യം കളിയാക്കട്ടെ എന്ന്. നമുക്കിപ്പോഴൊക്കെ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. കുത്തി 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 അപ്പോൾ വലുതാകുമ്പോഴൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഞാൻ മാക്സിമം മുതലാക്കാണ്. എനിക്ക് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യിപ്പോൾ ഭയങ്കര ഇഷ്ടം, പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ടി വി ആണ്. നിങ്ങളെ വീട്ടിൽ ടി വി ഉണ്ടോ? ഇപ്പോൾ ഇങ്ങനത്തെ ഇതേപോലത്തെ കേബിള്, അതേപോലെ തന്നെ ഇങ്ങനത്തെ പെട്ടി ടി വി ഉള്ളവർ ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവും. അപ്പോൾ ഓരൊക്കെ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യണേ. കുറച്ച് ടി വി ആയിട്ട് അമ്മച്ചി വരാനായിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞു അമ്മച്ചീൻ്റെ ഇന്നലെ പൂച്ച മാന്നിട്ടുണ്ടായിരുന്നു, ചോരൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടി അടിച്ചാൽ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകുന്നാണ് പറഞ്ഞത് അമ്മച്ചി. ഒരു പാങ്ങ് കൊടുക്കുന്ന മുമ്പേ ആൾക്കാരം. എനിക്കിപ്പോൾ ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. ഗുളിക കുടിച്ചിട്ടുണ്ട്, പക്ഷേ എന്താവോ
പനിയൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ, രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ കുറവുണ്ടായിരുന്നു, ഇപ്പം തലവേദന അങ്ങനെ വരുന്നുണ്ട്. ടി വി ആണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാലും നിങ്ങൾക്കും ബോഡ്കാസ്റ്റിൻ്റെ ഫേവറേറ്റ് ഒരു മൂവി ഉണ്ട് കേട്ടോ, ഒന്ന് കാണിച്ചു തരാം. അതപ്പം ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ, RDX. ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടം. ത്രില്ലടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ ഫേവറേറ്റ് മൂവിയിൽ ഒന്നാണ് ഈ RDX എന്ന് പറയുന്നത്. വീട് നല്ല വെളിച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, ഒരു ബെഡ്ഷീറ്റ് ഇതെങ്ങനെ പഴയ ബെഡ്ഷീറ്റ് ഇതിങ്ങനെ വെച്ചിട്ടാണ്. എന്നാൽ ഓവർ ഇരുട്ടും വേണ്ട, എന്നാൽ പിന്നെ വെളിച്ചും നന്നായി. ഞാൻ എന്താ കുറച്ച് മറച്ചിട്ട് കുറച്ച് വെളിച്ച് നടേണ്ട രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തല വേദനിക്കുന്നുണ്ട്. അമ്മച്ചിയോട് അമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്കിനി കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്താവാം മാറിക്കിട്ടെ. ഞാനിപ്പോൾ ഒറ്റക്കാണ്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നേരം വൈകിട്ട് അമ്മച്ചിക്ക് TT അടിച്ചാൻ പോയി. കാരണം പൂച്ച മാന്തിയിട്ട് TT അടിച്ചാൻ പോയി. ഞാൻ പുറത്തേക്ക് പോയതായിരുന്നു, വാതിൽ ഇതാ അങ്ങനെ പൂട്ടിയിട്ടൊക്കെ പോകണം. ഇപ്പം എന്നിട്ട് പറയട്ടെ, ഒറ്റക്കാവുമ്പോൾ കുട്ടി രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചി പേടിയാവുന്നുണ്ട്. അപ്പോൾ ബാങ്ക് സമയമൊന്നും ആയിട്ടില്ല, ഇരുട്ടായിട്ടൊന്നും ഇല്ലതാ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇരുട്ടായിട്ടൊന്നുമില്ല, ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു പേടിയുണ്ട്, അമ്മച്ചിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ട്, അപ്പോൾ അവിടേക്കാണ് ഞാൻ കുറച്ച് നേരം നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി വന്നു. ഉമ്മച്ചി സമയത്തായി ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരമണിക്കൂറോളം അവിടെ ഉമ്മച്ചിനെ കാത്തിയിരുന്നു. പേടിയൊന്നും ഉണ്ടായില്ല. ഇരുട്ടാകുമ്പോൾ തന്നെ എൻ്റെ അവിടുത്തെ അയൽവാസിൻ്റെ ഒരു താത്ത വിളിച്ചു അടുക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അപ്പോൾ ഇത് ഉമ്മച്ചി വന്നിട്ടുണ്ട്. ഉമ്മച്ചീൻ്റെ തീറ്റയൊക്കെ ആ വെള്ളത്തിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും തണുത്തൂലേ. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കെട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇമ്മച്ചി പോയപ്പോൾ തൊട്ടുള്ള വീഡിയോ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ അല്ല. ഞാൻ ഇമ്മച്ചി പോയി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് വെള്ളം കലക്കാം. എനിക്ക് പച്ചവെള്ളം മതി, 2 ഗ്ലാസ്സിന് തികയോ നോക്കട്ടെ കേട്ടോ. അത് ഈ പച്ചവെള്ളം കുറച്ച് കൂട്ടേണ്ടി വരും. ഇഷ്ടം പോലെ കിട്ടും എനിക്ക്. മറവിൽ കുറച്ച് കുടിക്കാൻ വേണം. നാരങ്ങ ഉണ്ടമ്മ, ബെസ്റ്റ് നാരങ്ങ ഇരിക്കണം. പിന്നെ എങ്ങനെ വെള്ളം കലക്കാം? ഒരു കാര്യം ചെയ്യാം, കുപ്പിക്കന്നെ വെള്ളം വെച്ച് കുടിച്ചാൽ കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെള്ളം കലക്കി കൊടുക്കാം. നമുക്ക് TT അടിച്ച് കുഴങ്ങി വരികയാണ് കേട്ടോ. ഉമ്മ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. TT അടിച്ചിട്ട് എന്താ പറയുക, ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒപ്പടിച്ചിട്ടാണ് TT. കയ്യിൽ പോലെ തന്നെ കയ്യിൽ അവിടെ ആകെ സൂചിയൊക്കെ ആകെ അടിച്ചിട്ടുണ്ട്, ഒപ്പടിച്ചിട്ടാണ്. ഇനി 30-ാം തീയതി വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പൂച്ച മാന്തിയത് പറഞ്ഞാൽ ഒരു മാന്തിനെ മാന്തിയിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞത് അടിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെയാണ് അതിൻ്റെ റിയാക്ഷൻ വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാരങ്ങൊന്നും ഇല്ല, അപ്പോൾ നമുക്കിതാ ഇഞ്ചി വെള്ളം കലക്കാം. എവിടെ ചടക്കുന്ന മുട്ടി അമ്മയ്ക്ക് പോയി.
2 ഗ്ലാസ് തിരക്കുണ്ടാകുമെന്ന് അറിയത്തില്ല. എനിക്കെന്തായാലും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു ഇഞ്ചി വെള്ളത്തിനോട്. ആകുമ്പോഴത്തേക്ക് ഏറെ പണി ആക്കി കൊടുത്തോന്ന് അറിയത്തില്ല. ഇഞ്ചി ഏറിപ്പോയോ? എന്തോ അതിലുണ്ട്. അപ്പം ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ വേറെ വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആറല്ല. അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.